രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എക്സാലോജിക് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുതിർന്ന CPIM നേതാക്കളിലേക്ക് നീളുന്നു. പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും വീടുകൾ EDയുടെ മിന്നൽ പരിശോധന. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂർ പിണറായിയിലെ വീട്ടിലും മുഹമ്മദ് റിയാസ് MLAയുടെ കോഴിക്കോട്ടെ വസതിയിലുമാണ് ഒരേ സമയം എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുന്നത്. കേരളത്തിലും കർണാടകത്തിലുമായി 9 കേന്ദ്രങ്ങളിലാണ് നിലവിൽ പരിശോധന പുരോഗമിക്കുന്നത്. സംസ്ഥാന പോലീസിനെ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെയുള്ള അത്യന്തം നാടകീയമായ നീക്കങ്ങളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം EDയുടെ ഈ അപ്രതീക്ഷിത നീക്കത്തിനെതിരെ സംസ്ഥാനത്തുടനീളം കടുത്ത പ്രതിഷേധമാണ് CPIM ഉയർത്തുന്നത്. തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകൾക്ക് മുന്നിൽ വലിയ തോതിൽ പാർട്ടി പ്രവർത്തകർ തടിച്ചു കൂടിയിരിക്കുകയാണ്. റെയ്ഡിന് പിന്നിൽ വ്യക്തമായ BJP കോൺഗ്രസ് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് CPIM നേതൃത്വം ആരോപിക്കുന്നു. കേന്ദ്ര ഏജൻസികളുടെ ഈ നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നാണ് പാർട്ടിയുടെ പ്രഖ്യാപനം. വളഞ്ഞിട്ട് ആക്രമിച്ചാലും സംഘപരിവാറിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്നാണ് റെയ്ഡിനോട് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. എന്താണ് ഈ അപ്രതീക്ഷിത ED വേട്ടയ്ക്ക് ആധാരം? പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള കൊച്ചിയിലെ CMRL കമ്പനിയും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളാണ് കേസിന്റെ അടിസ്ഥാനം. ആനുവൽ മെയിന്റനൻസ് കരാറിന്റെ മറവിൽ CMRL വൻ തുക എക്സാലോജിക്കിന് കൈമാറിയെന്നും ഇതിൽ അഴിമതിയുണ്ടെന്നുമാണ് പ്രാഥമിക ആരോപണം. നിലവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ED കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. എന്നാൽ നിയമപരമായ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് തുക കൈപ്പറ്റിയതെന്നും ഇതിന് കൃത്യമായി ആദായ നികുതി അടച്ചിട്ടുണ്ടെന്നുമാണ് എക്സാലോജിക് കമ്പനിയുടെ വിശദീകരണം. ഈ കേസിൽ ED അന്വേഷണവും സമൻസും സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കോടതി ആ ഹർജി തള്ളിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് സമയം ഒട്ടും കളയാതെ ED സംസ്ഥാന വ്യാപകമായി റെയ്ഡിലേക്ക് കടക്കുന്നത്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.